ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്. നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്. എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. പെട്ടെന്ന് ഒരു ഫാമിലി മെമ്പർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, തടി കുറച്ച് കൂടിയല്ലോ. നിങ്ങളൊരു ഫേക്ക് സ്മൈലി കൊടുക്കുന്നു. പക്ഷെ ഉള്ളിൽ നിങ്ങൾക്കത് വിഷമായി. അത് കഴിഞ്ഞ് വേറൊരു ഫാമിലി മെമ്പർ വന്ന് ചോദിക്കുകയാണ്, സാലറി എത്രയാണ്? പ്രൊമോഷൻ കിട്ടിയില്ലേ? വീട് എപ്പോഴാണ് വാങ്ങുന്നേ? കുട്ടി എപ്പോഴാണ്? നിൻ്റെ കസിനെ നോക്കിയേ, അവൻ അല്ലെങ്കിൽ അവൾ കല്യാണം കഴിച്ചു, നീ ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നടന്നോ? ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായിട്ടൊന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു വിമ്മിഷ്ടം അല്ലെങ്കിൽ ചെറിയൊരു നിരാശ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത് എന്താണ് എനിക്കിത് ഇത്ര സെൻസിറ്റീവായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇവരെല്ലാം വർത്തമാനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത്? എനിക്കാണോ ഇനി പ്രശ്നം? ആർക്കാണ് പ്രശ്നം? ശരി, ഞാനിവിടെ ഒരു കഥ പറയാം. എനിക്ക് അറിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ നമ്മൾക്ക് അനു എന്ന് വിളിക്കാം. അനുവിന് പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടി. ആദ്യത്തെ സാലറി വന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ട് അവളുടെ ഫാമിലി ഗ്രൂപ്പിൽ അവളത് ഷെയർ ചെയ്തു. എല്ലാവരും കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, എക്സെപ്റ്റ് ഒരാൾ. ഒരു സാലറി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവൾ ഇഗ്നോർ ചെയ്തു. പ്രൊമോഷൻ വന്നു. അയാൾ പറഞ്ഞു, പ്രൈവറ്റ് ജോബ് അല്ലേ, ഈ ജോലിയൊക്കെ ഏത് നിമിഷം പോകും. ഒരു കാറ് വാങ്ങി. അയാൾ പറഞ്ഞു, ലോൺ അല്ലേ. ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ പറഞ്ഞു, ലൊക്കേഷൻ അത്ര ശരിയല്ല, വലിയ ഫ്ലാറ്റൊന്നുമല്ല, ഒരു നോർമൽ ഫ്ലാറ്റ്. കല്യാണം കല്യാണം കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് കുട്ടി വന്നപ്പോൾ പറഞ്ഞു, ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പോൾ കുട്ടീനെ ആര് നോക്കും? അവൾക്കൊരു കാര്യം മനസ്സിലായി, ലൈഫിൽ എന്ത് ചെയ്താലും ഈ ഒരാൾ ഹാപ്പി ആവില്ല. പ്രോബ്ലം അവളുടെ ഡിസിഷൻസ് അല്ല, പ്രോബ്ലം ആ റിലേറ്റീവിൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയിലും ഇങ്ങനെ ഒരാളുണ്ട്. നമ്മൾ ചിരിച്ചാൽ ഓവർ കോൺഫിഡൻസ്, നമ്മൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ അഹങ്കാരി, ആറ്റിറ്റ്യൂഡ്. നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ അതെല്ലാം ഭാഗ്യം കൊണ്ടാണ്. നമ്മൾക്ക് ഫെയിലിയർ സംഭവിച്ചാൽ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടേ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും കമൻറ്റ് റെഡിയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് എന്താണെന്നറിയോ? നമ്മൾ പലരും വിചാരിക്കും, ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാം, ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര അഹങ്കാരിയൊന്നും അല്ല, ഞാനൊരു പാവാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെ നല്ല കുട്ടിയാണ്. അതും അല്ലെങ്കിൽ എന്താ, അടുത്ത പ്രാവശ്യം ഇവർ പറയുമ്പോൾ നല്ല ചുട്ട മറുപടി കൊടുക്കണം, നല്ല 2 വാക്ക് അങ്ങോട്ടും പറയാം, എന്നാൽ ഇവർ മാറുമോ? അങ്ങനെ മാറിയിട്ടുള്ള ചരിത്രമുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവർക്ക് പുതിയൊരു ആർഗ്യുമെൻറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം എന്താണെന്നറിയോ? ഈ കമ്മ്യൂണിക്കേഷനില്ലേ, നമ്മൾ പോലെ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ്, എന്നാലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അപ്പുറത്തെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ വികാരങ്ങൾ. ഹെൽത്തി റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ടോക്സിക് റിലേഷൻഷിപ്പിൽ എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു സൊല്യൂഷൻ ആവുന്നത്? ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇത് നിങ്ങൾ അടിവരയിട്ട് വെച്ചോ. ഒരു നല്ല റിലേഷൻഷിപ്പിൽ നമുക്കിരുന്ന് സംസാരിക്കാം, വാ എൻ്റെ കാര്യങ്ങൾ നീ കേൾക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു, നമ്മളതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. പക്ഷെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അയ്യോ നിങ്ങൾ എന്നെ ഇങ്ങനെ പറയില്ലേ പ്ലീസ്, ഞാനൊരു പാവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മാറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങളൊരു ചുമരിനോട് പോയിട്ട് പറയാണ്, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്, അത് മാറുമോ? ചില ആളുകളെ നമ്മൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ വീക്ക്നെസ് അല്ല, അവർ മാറാൻ തയ്യാറല്ല. നമ്മൾക്ക് ഒരാളെയും മാറ്റാൻ പറ്റില്ല. അയാൾ മാറാൻ റെഡി അല്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് അയാളെ മാറ്റാൻ പറ്റില്ല. നമ്മൾക്ക് പലർക്കും മറ്റുള്ളവരെ മാറ്റാനാണ് താല്പര്യം, അല്ലേ? നമ്മൾ ഓക്കെ നല്ലതാണ്, നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടൊരു മനുഷ്യനാണ്, സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കുറച്ച് ആൾക്കാർ സമാധാനം തരുന്നില്ല, എന്നാൽ ഇവരൊക്കെ അങ്ങോട്ട് മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ തെറാപ്പി കൊണ്ടുപോകണം, ഭർത്താവിന് ഭാര്യനെ തെറാപ്പി കൊണ്ടുപോകണം. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, നമ്മൾക്ക് ആരെയും കൊണ്ടുപോയി ഇരുത്തിയിട്ട് മാറ്റാൻ പറ്റില്ല അൺലെസ് ആ വ്യക്തി മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ. അതാണ് സത്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ അനുവിൻ്റെ കഥ, ഈ അനു ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അനു ഒരു തീരുമാനം എടുത്തു. അവൾ വഴക്കിട്ടില്ല, ബന്ധങ്ങളൊന്നും അവസാനിപ്പിച്ചില്ല. പക്ഷേ അവളൊരു അതിർത്തി വരച്ചു, ബൗണ്ടറി സെറ്റ് ചെയ്തു. ശമ്പളത്തെപ്പറ്റി പറയുന്നത് നിർത്തി, സാമ്പത്തിക കാര്യങ്ങൾ പറയുന്നത് നിർത്തി, സ്വകാര്യ കാര്യങ്ങൾ, അതായത് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബന്ധുക്കളോടും മറ്റുള്ളവരോടൊക്കെ പറയുന്നത് നിർത്തി. ആ ബന്ധു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവൾ ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റും. വാദമില്ല, വിശദീകരണമില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ആ ബന്ധു മാറിയില്ല, പക്ഷേ അനു മാറി. അവളുടെ സമ്മർദ്ദം കുറഞ്ഞു, അവളുടെ ഓവർ തിങ്കിങ് കുറഞ്ഞു, അവളുടെ ആങ്സൈറ്റി കുറഞ്ഞു, കുടുംബ പരിപാടികളിൽ പോകാനുള്ള പേടി കുറഞ്ഞു. ചിലപ്പോൾ മനസ്സമാധാനം കിട്ടുന്നത് അവർ മാറുമ്പോഴല്ല, നമ്മൾ മാറുമ്പോഴാണ്.
അവർക്ക് നമ്മളുടെ മനസ്സിലേക്ക് എത്രത്തോളം പ്രവേശനം നൽകണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധുക്കളൊന്നും നമ്മൾക്ക് ഇരുന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ നമ്മുടെ ബന്ധുക്കളായിട്ട് വന്നു അല്ലെ. ഒരു കത്തി എടുത്ത് മുറിക്കാൻ പറ്റുമോ നമുക്ക് ഈ ബന്ധം? ഇല്ല. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയാണ്. അല്ല, എനിക്ക് ഈ അച്ഛനും അമ്മയും വേണ്ട, ഈ അച്ഛനമ്മയും ടോക്സിക്കാണ്, എനിക്ക് ആ അച്ഛനും അമ്മയും മതി പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതുപോലെ ഇപ്പം ഇൻലോസ് നമ്മുടെ ലൈഫിൽ ഇൻലോസ് ആയിട്ട് വന്നു, നമ്മൾക്ക് അവരെ മുറിച്ച് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. അതായത് അവർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം പ്രവേശനമുണ്ട് എന്നത് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മളുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ മനസ്സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അതിർത്തി വരയ്ക്കുക. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഫിസിക്കൽ ബൗണ്ടറി അറിയാലോ. എന്താണ്? നമ്മളുടെ ശരീരത്തിൽ നമ്മളെല്ലാവരും തൊടാൻ വിടില്ല അല്ലേ. നമ്മളുടെ ശരീരത്തിൻ്റെ അടുത്ത് ഇത്ര ഒരു ഡിസ്റ്റൻസ് നമ്മൾ എല്ലാവരുമായിട്ട് ഒരു കീപ്പ് ചെയ്യും, ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യും. അതുപോലെ ഇമോഷണലി നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുത്. എസ്പെഷ്യലി ഇമോഷണലി നമ്മൾ അബ്യൂസ് ചെയ്യുന്നതും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളുടെ ബാങ്കിൻ്റെ പാസ്വേഡ് നമ്മളൊരു സ്ട്രേഞ്ചർക്ക് കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് വിശ്വാസമില്ല അല്ലേ. അതുപോലെ നമ്മൾ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തിനാണ് നമ്മുടെ ഇമോഷണൽ പാസ്വേഡ് കൊടുക്കുന്നത്? ആ ദ്രോഹിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് പണി തരുന്ന ഒരാളോട് നമ്മൾ എന്തിനാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, നമ്മളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പറയുന്നത്, നമ്മളുടെ വീക്ക്നെസ്, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, നമ്മളുടെ സാലറി, ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത്? പിന്നെ അത് തന്നെ നമ്മൾക്കൊരു വെപ്പണായിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ടോക്സിക് റിലേറ്റീവ്സ് എന്ന് പറയുന്നത് ആരും ആവാം. നിങ്ങളുടെ അകന്ന ബന്ധുക്കളാവാം, അച്ഛനമ്മയാവാം, പാർട്ട്ണറാവാം, ആരും ആവാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ കുറേ ടോക്സിക് റിലേറ്റീവ്സ് ചെയ്യുന്നത് ഈ കുട്ടി എന്താണ് ഈ ചെയ്യുന്നത്, ഇവരൊക്കെ കുട്ടിക്കളി കളിക്കുന്ന പോലെ നമുക്ക് തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ ഒക്കെ അഡൾട്ട് ബോഡിയിലുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഇത് വീട്ടിൽ അനുഭവിച്ചൊരു കാര്യമായിരിക്കും. ഇപ്പം ഒരു റിലേറ്റീവ്, അകന്ന റിലേറ്റീവ് അവരുടെ ഒരു മോൻ്റെ മോളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ വീട്ടിലുള്ള ഒരാൾ പറയാണ്, ഓൻ്റെ മോളെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, കാണിച്ചു കൊടുക്കാൻ അവനോട് ചൊടി ഞാൻ, ഇനി എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ വിളിക്കൂല. ഇനിയിപ്പോൾ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇനി അടുത്ത പരിപാടിക്ക് ഓൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞാൻ വിളിക്കൂല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, കുട്ടികളാവുന്ന സമയത്ത് എന്താണ്, അവൻ്റെ പെൻസിൽ എനിക്ക് തന്നിട്ടില്ല, ഓക്ക് കൊടുത്തു, ഞാൻ അവനോട് മിണ്ടൂല. അവൻ്റെ പെൻസിൽ എനിക്ക് അവൻ തന്നിട്ടില്ല, അവനോട് ഞാൻ മിണ്ടൂല, അവനോട് ചൊടി. ഇതൊക്കെ ആരാ പറയാ? കുട്ടികളല്ലേ പറയാ. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ, കുറച്ച് ബോധം വരുമ്പോൾ, ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ ഈ കുട്ടി എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നും. അതായത് കുട്ടിയാണ് അവർക്ക് വാലിഡേഷൻ കിട്ടുന്നില്ല, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഇൻറ്റേർണലി പല കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെയൊക്കെ പറയുന്നു, നമ്മളെ കുറ്റം പറയുന്നു, നമ്മളോട് ദേഷ്യം കാണിക്കുന്നു. ആൻഡ് വി ഫീൽ കൈൻഡ്, അയ്യോ പാവം എന്ന് വെച്ച് ഇവരെ പിടിച്ച് മടിയിലിരുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് വി ഹാവ് ടു സെറ്റ് ദാറ്റ് ബൗണ്ടറി. മനസ്സിലായില്ലേ? പക്ഷെ ദൂരെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കാം. കാരണം നമ്മളുടെ മെൻ്റൽ പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരെയും നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റണമെന്നില്ല. എല്ലാവരും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, എല്ലാവരെയും നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് മാറ്റിക്കളയാം, എല്ലാവരെയും പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാം, നടക്കൂല. പിന്നെ ഈ റിലേറ്റീവ്സിൽ തന്നെ വളരെയധികം വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. അതേപോലെ ഈ വൈരാഗ്യം തലമുറകളിലേക്ക് പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മ, അവരുടെ സിബ്ലിങ്സ്, ഓക്കെ, അവർ തമ്മിൽ എന്തോ ദേഷ്യമുണ്ട്. പക്ഷെ മക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവരവരുടെ മക്കൾ കസിൻസ് തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. അവർ ചിലപ്പോൾ കണ്ടിട്ടേ ഉണ്ടാവില്ല പരസ്പരം. പക്ഷെ ഇവർ പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ ഈ വഴക്കിൻ്റെ ഒരു ഇത് കാരണം ഈ തലമുറകളും ആ ഒരു ദേഷ്യം കൊണ്ട് നടക്കുകയാണ്, ആ വൈരാഗ്യം കൊണ്ട് നടക്കുകയാണ്. ഇതിങ്ങനെ പാസ് ചെയ്യാണ്. അപ്പം ഒരാളെ പറ്റി ഇങ്ങനെ ഒരാളെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ഒരാളെ ദ്രോഹിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലേ അത് കാണിച്ചിരുന്നത്. ഒരു സന്തോഷത്തോടെയുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഇപ്പം നമ്മളെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞു, എന്നിട്ട് അത് ഒരാൾ വിശ്വസിച്ചു, ഓക്കെ, അപ്പം ആ വിശ്വസിക്കുന്ന ആൾക്കൊരു പ്രശ്നമില്ലേ? ഒരാൾ വന്ന് കുറ്റം പറയുമ്പോഴത്തേക്കും ഒന്നും ചിന്തിക്കാണ്ട് ഇതാണ് ശരി എന്ന് ചിന്തിക്കുമ്പോൾ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് പേഴ്സൺ ഓൾസോ. ഹീസ് ഓൾസോ നോട്ട് തിങ്കിങ്. അപ്പോൾ ഉള്ളിൽ അവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സിൽ നിന്നല്ലേ ഈ കുറ്റം പറച്ചിലുകളും വരുന്നത്. അപ്പം എപ്പോഴും അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അവരും ഹാപ്പി അല്ല. അപ്പം നമ്മൾക്ക് ശരിക്കും അവരോട് കൈൻഡ്നെസ് ആണ് തോന്നേണ്ടത്. അയ്യോ അവർക്ക് ഒരു സമാധാനം കിട്ടട്ടെ. പിന്നെ നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് പല ഡയലോഗ്സ് നമ്മൾ കേൾക്കേണ്ടി വരും. എക്സാമ്പിൾ, നമ്മൾ ഫാമിലി അല്ലേ, നമ്മൾ രക്തബന്ധമല്ലേ, നീ വല്ലാണ്ട് മാറിപ്പോയി, നീ എന്താ ഇങ്ങനെ. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ ഒരു
ഒരു വല്യമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യും, എന്തെങ്കിലുമായിട്ട് പറയാം. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പോകാനേ ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം ഏതോ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഇവരെ മൈൻഡ് ആക്കിയില്ല, ഇവരടുത്തേ പോയില്ല ഞാൻ. കാരണം ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും കേൾക്കേണ്ടി വരും. അപ്പം ഞാൻ മാറി. അപ്പോൾ ചെറുപ്പത്തിലാണ്, ഞാനൊരു 7th or 8th ഐ തിങ്ക്, സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായം. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്താണ് അവരുടെ അടുത്ത് പോകാഞ്ഞത്? ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത റിലേറ്റീവിനോട് പോയി പറഞ്ഞു, ആ കുട്ടി എന്താ ഇപ്പം എൻ്റെ അടുത്ത് വരാഞ്ഞത്? എന്നെ നോക്കുന്നേ ഇല്ലല്ലോ കുഞ്ഞ്, ഞാൻ എന്താ കുഞ്ഞിനാക്കിനിപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലല്ലോ, എന്തപ്പാ കുഞ്ഞ് എൻ്റെ അടുത്ത് വരാത്തേന്ന് പറഞ്ഞിട്ട് വളരെയധികം സ്നേഹത്തോടെ ചോദിച്ചു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അന്ന് ആ ചെറിയ കുട്ടിയായി എനിക്ക് ഫീലായി, അയ്യോ പാവം, ഞാൻ കുറച്ച് വയസ്സായ ഒരാളാണ്. അപ്പോൾ അയ്യോ ഞാൻ അവരുടെ അടുത്ത് പോകണമായിരുന്നു, ഞാൻ അങ്ങനെ പോകാണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് ഫീലായല്ലോ. പക്ഷേ ഞാൻ എന്നെ തന്നെ മറന്നു ആ സമയത്ത്. കാരണം ഞാൻ അവരുടെ അടുത്ത് പോകാണ്ടിരുന്നത് എനിക്കത് സേഫ് ആയിരുന്നില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരാളുടെ അടുത്ത് പോകുമ്പോൾ ഇയാൾ സേഫ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാറും, നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ വരും. അവരെന്തെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തതിന് ഒരു കുറ്റബോധം നമ്മൾക്ക് തോന്നിപ്പിക്കാൻ ശ്രമിക്കും, നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ. നമ്മളെന്നെ കൺഫ്യൂസ്ഡ് ആവും, ഇയാൾ എന്തായിട്ട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഞാനാണോ തെറ്റുകാരി? നമുക്കൊരു കുറ്റബോധം തോന്നും. ഗ്യാസ് ലൈറ്റ്, ഒരാൾ നമ്മൾ ഗ്യാസ് ലൈറ്റിന് സമയത്ത് നമുക്കൊരു ഗിൽട്ടി ഫീൽ വരും, അയ്യോ ഇനിയിപ്പോൾ ഞാനാണോ തെറ്റുകാരി, അവർ പാവം, ഇങ്ങനെ നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം, ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം നമ്മൾക്ക് ശരിയാണ് തോന്നുന്നത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ഒരാൾ നമ്മളെ മെൻ്റൽ പീസ് നശിപ്പിക്കുകയാണെങ്കിൽ സെറ്റ് ദാറ്റ് ബൗണ്ടറി. കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ പണ്ട് എന്നെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ അകന്ന് മാറിക്കഴിഞ്ഞാൽ അത് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്, പിന്നെ അത് നീ ഭയങ്കര അഹങ്കാരി എന്ന് എല്ലാവരും പറയും. അല്ല, ബൗണ്ടറി വെക്കുന്നത് ഒരിക്കലും ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ വലുതാകുമ്പോൾ അത് പഠിച്ചു. അതൊരു റിവെഞ്ചും അല്ല, ഒരു പ്രതികാരം ചെയ്യലും അല്ല. ബൗണ്ടറി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സമാധാനം എനിക്ക് വേണം, ഐ ലവ് മൈ പീസ്, അത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കാണിക്കുന്നത് നമ്മളുടെ സെൽഫ് ലവാണ്. നമ്മളുടെ സമാധാനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. അതേപോലെ ഒരു വാർണിംഗ് കൂടി, എല്ലാ സ്ട്രിക്റ്റ് റിലേറ്റീവ്സും ടോക്സിക് അല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഞങ്ങളുടെ ടോക്സിക് വിളിക്കുന്നത് ശരിയല്ല. നമ്മളുടെ അച്ഛനമ്മമാരാണെങ്കിലും ചില അച്ഛനമ്മമാർ കൺസേൺസ് കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയും. അവരെന്ത് പറയുമ്പോഴും ഇല്ല നിങ്ങൾ ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നത് ശരിയല്ല. അവരവരുടെ കൺസേൺ നമ്മളോട് പറയും. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ഒപ്പീനിയൻസ് അവർ ഷെയർ ചെയ്യും. അതുപോലെ മുതിർന്ന ആൾക്കാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപദേശം തരും. ഇറ്റ്സ് വെരി നോർമൽ. അപ്പം നമ്മളെങ്ങനെയാണ് ഈ ടോക്സിക് ആണോ അല്ലയോ എന്ന് റിയലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ കുറ്റബോധം വരും, പേടി വരും, ആങ്സൈറ്റി വരും, നമ്മൾക്കിങ്ങനെ ഒരു എനർജി ഇങ്ങനെ ഡ്രെയിൻ ആവുന്ന പോലെ തോന്നും. ഇങ്ങനെ ഇവരോട് വർത്തമാനം പറയുമ്പോൾ തലവേദന എടുക്കുന്ന ആ ഒരു ഫീല് വരും. പക്ഷെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ചില ആൾക്കാർ ഉപദേശം തരുമ്പോൾ നമ്മളുടെ എനർജി തന്നെ ലിഫ്റ്റ് ആവുന്ന പോലെ തോന്നും. ആഹാ പറയൂ അല്ലേ, ഇവരെ കേട്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു, ഇവർ പറയുന്നതിൽ കുറച്ച് കാര്യമാണ്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ചില ആൾക്കാർ പറയുമ്പോൾ, എൽഡേഴ്സൊക്കെ. അത് ടോക്സിക് അല്ല. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ വരാൻ തുടങ്ങും. നമ്മളെ എനർജീനെ നോട്ടീസ് ചെയ്താൽ നമ്മൾ തളരുന്നുണ്ടോ അതോ അപ്ലിഫ്റ്റ് ആവുന്നുണ്ടോ, അത് മാത്രമേ നമ്മൾ നോക്കണം. ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റ് ജയിക്കലൊന്നുമല്ല. ഒരാളായിട്ട് വഴക്കിട്ടിട്ട് ജയിക്കുക എന്നത് അല്ല ഒരു ലൈഫിലെ ഒരാളുടെ വിജയം, അല്ലെങ്കിൽ ആ മൊമെൻറ്റിലെ വിജയം. അതല്ല. നമ്മൾ റിലേഷൻഷിപ്പിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ആര് ജയിക്കുന്നു എന്നതാണ് നോക്കുക. അങ്ങനെ തർക്കിച്ച് ആര് ജയിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പിനെ നഷ്ടപ്പെട്ടു പോകും. എല്ലാ ആർഗ്യുമെൻറ്റ്സും ജയിക്കാനുള്ളതല്ല. എല്ലാ റിലേറ്റീവ്സിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റില്ല. നമ്മളുടെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഫ്രീഡം. ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വിട്ടുകളയാം. ചില ആളുകൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, ചില ആളുകൾ നമ്മളെ സ്നേഹിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ഇഷ്ടമുണ്ടാവില്ല. നമ്മളെ ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം. ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമല്ല. ആൻഡ് ബി കൈൻഡ്. ഒരാൾ ഒരു കാരണമില്ലാണ്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് സംവെയർ ദാറ്റ് പേഴ്സൺ ഈസ് ഹാവിങ് എ കോൺഫ്ലിക്റ്റ് ഇൻസൈഡ്. അവരുടെ ഉള്ളിൽ തന്നെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്കതൊരു ഒരു തിരിച്ചറിവ് ദൈവം കൊടുക്കട്ടെ, അവർക്ക് മനസ്സമാധാനം ദൈവം കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അതൊക്കെ എന്നെ ഇഷ്ടമല്ല, ഞാൻ പോയി പ്രൂവ് ചെയ്യണ്ട. ഇല്ല, നീ എന്നെ ഇഷ്ടപ്പെടും, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ പാവാണ്, നീ എന്നെ ഇഷ്ടപ്പെടും, നമ്മളെന്തിനാണ് പറയുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ലൈഫ് വളരെ സിമ്പിളാവും. അതുപോലെ റെസ്പെക്റ്റ്ഫുൾ ആവുക, കൈൻഡ് ആവുക, ബട്ട് നമ്മളുടെ പീസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരാളെ വെറുത്തുകൊണ്ട് ബൗണ്ടറി വെക്കേണ്ട ആവശ്യമില്ല. ഒരാളെ സ്നേഹിച്ചുകൊണ്ട് ബൗണ്ടറി വെക്കാം, അല്ലേ? ഒരു റിലേഷൻഷിപ്പ്, നമ്മളൊരു റിലേഷൻഷിപ്പിലാവാണ്, ബന്ധം മുറിയാണ് ആ റിലേഷൻഷിപ്പ്. അയാളെ വെറുത്തുകൊണ്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അയാളെ
അയാൾക്ക് നല്ല ദൈവം വരുത്തട്ടെ, നമ്മൾക്കും നല്ല ദൈവം വരുത്തട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോക്സിക് ഫാമിലി മെമ്പേഴ്സൊക്കെ നമുക്കൊന്നും അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില കാരണങ്ങൾ കൊണ്ട് അവരായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിലനിർത്തണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈനൽ നോട്ടായിട്ട് പറയുന്നത്, നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് പഠിക്കണം. അതായത് ചില ആൾക്കാർ കാണുന്നില്ല, ചില ആൾക്കാർ വഴക്കിടാൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വഴക്കിടുന്നതായിരിക്കും. ചില ആൾക്കാർ കരയുമ്പോൾ അയാളെ ഫീൽ ചെയ്ത് കരയാണ്, അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് നമ്മളടുത്ത് കുറ്റം വന്ന് പറയണം. അപ്പോൾ നമ്മൾ അതെയോ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അപ്പോൾ ഇതിലെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇയാളുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇമോഷൻ, നമ്മളുടെ ഇമോഷനെ ഇയാളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാണ്. ഇവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് ഇല്ല. ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെൽഫ് വേറെ തന്നെ നിൽക്കണം. ഒരാളുടെ ഇമോഷൻസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റണം നമുക്ക് വേറെ തന്നെ ഇരുന്നിട്ട്. റിലേഷൻഷിപ്പിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ വഴക്കിടുമ്പോൾ അപ്പം തന്നെ ചാടിക്കയറി വഴക്കിടാണ്ട് ജസ്റ്റ് പോസ് ആൻഡ് തിങ്ക്. മറ്റുള്ളവരുടെ വികാരങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു റിലേറ്റീവ് നിങ്ങളെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, അപമാനിക്കുന്നു, അപ്പം തന്നെ നിങ്ങൾ ഈ ഡിഫെൻസീവ് മോഡിൽ പോകണ്ട. അതുപോലെ അവരെ പ്രൂവ് ചെയ്യാനും നോക്കണ്ട. നോക്കൂ, ഞാനൊരു പാവമാണ്, പ്രൂവ് ചെയ്യാനും നോക്കണ്ട. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മറ്റൊരാൾക്ക് നിങ്ങളെ പറ്റിയിട്ടൊരു മോശം അഭിപ്രായം ഉണ്ടെന്ന് എന്നതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വമോ നിങ്ങളുടെ ഒരു സ്വയംബോധമോ ഇല്ലാണ്ടാവുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് ഒരു പെൺകുട്ടി പോയിട്ട് പറയുന്ന ഒരു കഥ. അതിൻ്റെ വേറൊരു കഥ ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു കുട്ടി വന്നിട്ട് പറയാണ് ഡോക്ടറെ അടുത്ത്, ഡോക്ടർ എന്നെ ഇവരെല്ലാവരും ഇഡിയറ്റ്സ് എന്ന് വിളിച്ചു. കരഞ്ഞോണ്ട് വന്ന് പറയാം, എന്നെ ഇവരെല്ലാം ഇഡിയറ്റ്സ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ എന്നെ പൊട്ടൻ എന്ന് വിളിച്ചു ഇവരെല്ലാവരും. നമ്മൾ കുട്ടികൾ തന്നെ ചിലപ്പോൾ വന്ന് കരയില്ലേ, അച്ഛ എന്നെ അവൻ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, നീ പൊട്ടനാണോ? അല്ല, ഞാൻ പൊട്ടനല്ല. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അവർ നിന്നെ പൊട്ടെന്ന് വിളിച്ചാൽ നീ പൊട്ടനാവോ? ഇല്ല, അത്രേ ഉള്ളൂ. അവർ നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മളല്ലാണ്ടാവുന്നില്ല. ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വരണം. ഇപ്പോൾ ഒരാൾ നമ്മളെപ്പറ്റി കുറ്റം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നില്ലേ കമൻറ്റ്സ് വരുന്നത്. പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്ത സമയത്ത് ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ആവും. ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെയൊന്നുമല്ലല്ലോ, ഇതന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കല്. പക്ഷെ ഇപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. കുറച്ച് ആൾക്കാർ നെഗറ്റീവ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മളല്ലാണ്ടാവുന്നില്ലല്ലോ. അതല്ലേ ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും വന്ന് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത്. നരേന്ദ്രമോദിന് എത്ര ആൾക്കാർ ചീത്ത പറയുന്നത്? നരേന്ദ്രമോദി വന്നിട്ട് പറയാൻ നിൽക്കുന്നുണ്ടോ, നിങ്ങൾ എന്നെ ഇങ്ങനെയൊന്നും പറയില്ല, നിങ്ങൾ എന്തിനാണ് കമൻറ്റിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് പറയില്ല, നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടല്ലേ, എനിക്ക് ഇതൊക്കെ വിഷമമാകുന്നുണ്ട്. സി, വി കാൺ കൺട്രോൾ അതേഴ്സ്, ദേ ഹാവ് ടു വർക്ക് ഓൺ ദംസെൽഫ്. ഇത് മാറണം എന്നുണ്ടെങ്കിൽ, കാരണം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ടോക്സിക് റിലേറ്റീവ്സ് ആയിട്ടുള്ള ബന്ധം തുടരണമെന്നുണ്ടെങ്കിൽ തുടരാം, ബട്ട് ഓൾവേസ് സെറ്റ് എ ബൗണ്ടറി ആൻഡ് ഹാവ് സം സെൽഫ് റിയലൈസേഷൻ. എന്താണ് അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ന വ്യക്തി മാറുന്നില്ല. അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹെൽത്തി റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ വർക്കാവുള്ളൂ. ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിൽ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓവറാക്കി ചളമാക്കരുത്. അപ്പോൾ കൂട്ടാ മിണ്ടാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താനും നമ്മളിങ്ങനെ കരയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കരയാണ്, ടെൻഷൻ അടിക്കണം, അപ്പോൾ അവർക്കൊരു ആനന്ദം കിട്ടും. ആഹാ, അതല്ലേ അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ഇന്നസെൻ്റ് മറ്റേ സിനിമയിൽ മിഥുനത്തിൽ എന്ന പോലെ അങ്ങോട്ട് നിൽക്കുക, എന്താ വെച്ചാൽ പറഞ്ഞോ, അത്രേ ഉള്ളൂ. അതുപോലെ ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി മനസ്സിലാക്കി എടുത്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്തിനോ വേണ്ടിയുള്ള തെരച്ചിലുകളല്ലേ, ആ തെരച്ചിലുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഇൻറ്റേർണലി പല ചേഞ്ചസും സംഭവിക്കും. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറും, മൈൻഡ് സെറ്റ് മാറും, ചിന്തകൾ മാറും, ചിന്തകളൊക്കെ കുറയും. ശരിക്കും ചിന്ത ഇല്ലാണ്ടാവണം മനുഷ്യന്. അപ്പോൾ നമ്മൾക്കൊരു മനസ്സമാധാനം കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടിയ ചില വഴികളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ.